കട്ടപ്പനയിലെ വ്യാപാരിയുടെ ആത്മഹത്യ, ബാങ്കിന് മുമ്പിൽ കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും വ്യാപാരി സംഘടനകളുടെയും പ്രതിഷേധം. ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കട്ടപ്പനയിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൽ റോഡും ഉപരോധിക്കുന്നു. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് മുമ്പിൽ ആത്മഹത്യ ചെയ്തത്. നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് സാബു ഇന്നലെ ബാങ്കിൽ എത്തിയതായി പറയപ്പെടുന്നു. പണം ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയത് എന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം ആത്മഹത്യയ്ക്ക് കാരണം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണെന്ന ഉറച്ച നിലപാടിൽ മരിച്ച സാബുവിന്റെ കുടുംബവും രംഗത്ത് വന്നിരിക്കുന്നു. നിക്ഷേപിച്ച 25 ലക്ഷത്തോളം രൂപ മടക്കി നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. കുമളിയിൽ 5 വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. സംഭവം നടന്ന് 11 വർഷത്തിന് ശേഷമാണ് നിർണായകമായ കോടതി വിധി വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി അനീഷ് പി ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? ഷിബിൻ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കോടതിയുടെ കണ്ടെത്തലാണ്, നിരീക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ്, ഷിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 1 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ കേസിൽ ഇപ്പോൾ വിധി പറയുവാൻ വേണ്ടിയിട്ട് കോടതി ഇന്ന് തയ്യാറായത്. അതിലാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. കുമളിയിൽ 5 വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരും കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ കോടതി വാക്കാൽ പറഞ്ഞിട്ടുള്ളത്. ഷെഫീഖിന്റെ പിതാവായിട്ടുള്ള ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവർ കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയായിരുന്നു കേസ് പരിഗണിക്കുവാനായി എടുത്തിരുന്നത്. എന്നാൽ മറ്റു കേസുകൾ ഉണ്ടായിരുന്നതിനാൽ ഈ കേസുകൾക്ക് ഈ മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് 12 മണിയോട് കൂടിയിട്ട് ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലെടുത്ത് ആദ്യം 15 മിനിറ്റിനുള്ളിൽ തന്നെ കോടതി ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ കേസിന്റെ അപൂർവത തന്നെയാണ് ഈ കേസിനെ സംസ്ഥാനമാകെ അല്ലെങ്കിൽ ലോകമാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഏതാണ്ട് വളരെ വലിയൊരു പീഡനം ഈ കുട്ടിയുടെ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ ചേർന്ന് കുട്ടിയെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് മർദ്ദനം നടത്തി കൊലപ്പെടുത്തുന്ന അവസാന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു എന്നുള്ള ഒരു കണ്ടെത്തലിൽ തന്നെയാണ് കോടതി ഇപ്പോൾ എത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഈ കേസ് ഇന്ന് വിധി പറയുവാനായി മാറ്റുമ്പോൾ തന്നെ ഇതിലെ 2 പ്രതികളായിട്ടുള്ള അച്ഛനും അതുപോലെ തന്നെ രണ്ടാനമ്മയും കോടതിയിൽ ഹാജരായിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ആദ്യം അച്ഛനെ കോടതി ഇത്ര കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അച്ഛനെ കോടതി ചേംബറിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട്, അതായത് പ്രതിക്കൂട്ടിൽ നിന്നും ചേംബറിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചത്. അതിനുശേഷം അമ്മയെയും വിളിക്കുന്നു. അമ്മയെയും വിളിച്ച ശേഷം ഇപ്പോൾ കോടതി താൽക്കാലികമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വിധി ഉണ്ടാകും, അതായത് ശിക്ഷാ നടപടികളുടെ വിധി ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ല എങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വിധി പറയുന്നത്, ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്ന വിധി പറയുന്നത് മാറ്റിവെക്കുവാനും സാധ്യതയുണ്ടെന്ന് കരുതുന്നു. എന്താണെങ്കിലും പ്രോസിക്യൂഷൻ ഈ ഒരു വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഒരു കുരുന്നിന് നേരെ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് നേരെ മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഒരു പീഡനം തന്നെയാണ് ഇവർ നടത്തിയത് എന്നുള്ള ഒരു വാദം തന്നെയായിരുന്നു ഉന്നയിച്ചത്. ഈ ഒരു വാദം അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ഇവര് ഇപ്പോൾ കോടതി ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഇതിന് പ്രതികൂലമായിട്ട് ഇവരുടെ, അതായത് ഈ പ്രതികളുടെ വക്കീൽ വാദിച്ചത് ഈ കുട്ടി വീണ് പരിക്കേറ്റതാണ്. കുട്ടിയെ അപകടനില തരണം ചെയ്യുന്നതിനായിട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഈ മാതാപിതാക്കളാണ്. കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനാണ് ഇവർ ശ്രമിച്ചത്. എന്നാൽ വിദഗ്ധ ചികിത്സ ഇത്തരത്തിലുള്ള ആശുപത്രികളിൽ നിന്നും ലഭ്യമാകാത്തതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ള ന്യായമൊക്കെ തന്നെയാണ് പ്രതിഭാഗം വക്കീല് ഉന്നയിച്ചത്. എന്നാൽ ഈ വാദങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും നിശ്ചിതമായിട്ടും തള്ളുകയായിരുന്നു കോടതി എന്ന് തന്നെ വേണം പറയുവാൻ. അതിനാൽ തന്നെയാണ് ഇവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായത്. 2013 ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു സംഭവം നടക്കും കുമളിയിലെ 2 സ്ഥലങ്ങളിലുള്ള വാടക വീട്ടുകളിൽ വെച്ച് ഈ രണ്ടാനമ്മയായിട്ടുള്ള
അനീഷയും അതുപോലെ തന്നെ പിതാവും ചേർന്ന് കമ്പി ഉപയോഗിച്ച് കുട്ടിയുടെ കാലും കൈകളും തലയ്ക്കും ഉൾപ്പെടെ മർദ്ദനമേൽപ്പിച്ചു എന്നതായിരുന്നു കേസ്. ഇതിനെ തുടർന്ന് കുട്ടിയുടെ കാഴ്ചയുടെ ശേഷി കുറയുന്നു, അതുപോലെ തന്നെ ഈ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിന്റെ ശേഷി കുറയുന്നു, കുട്ടിയുടെ കാലിലാകമാനം ഒടിവുകളും ചതവുകളും ഉണ്ടാകുന്നു, നടക്കുവാൻ പോലും ആവാത്ത രീതിയിൽ കുട്ടി എത്തുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ശരീരത്താകമാനം പൊള്ളിച്ച പാടുകളൊക്കെ ഉള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ ഒരു പതിറ്റാണ്ടിന് മുമ്പ് 2013 നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിധിയിലേക്ക് വരുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കേസ് തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇരുവരും കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതികൾ ഇരുവരും കോടതിയിൽ ഹാജരായിരുന്നു. അതായത് പട്ടിണി കിട്ടും ക്രൂരമായി മർദ്ദിച്ചും കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഈ ഒരു കേസ്. 2013 ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2013 ജൂലൈ 15 കേസിനാസ്പദമായ ആ ഒരു സംഭവം നടക്കുന്നത്. ആഴ്ചകളോളം ഈ 2013 ജൂലൈ 15 എന്ന് പറഞ്ഞാലും അതിനും ആഴ്ചകൾക്ക് മുമ്പേ തന്നെ കുട്ടിക്ക് മർദ്ദനം ഏറ്റിരുന്നതായി പിന്നീട് ആശുപത്രികളിൽ നടത്തിയ പരിശോധനകളിലും മറ്റും തെളിഞ്ഞിരുന്നു. അച്ഛൻ ഈ കുമളി 1-ാം മൈൽ പുത്തൻപുരയ്ക്കൽ ഷെരീഫും രണ്ടാനമ്മ നെടുങ്കണ്ടം സ്വദേശിനിയായിട്ടുള്ള അനീഷയും ചേർന്നാണ് ഈ കുട്ടിയെ ക്രൂരമർദ്ദനത്തിന് ഇടയാക്കുന്നത്. വർഷങ്ങൾ നീണ്ട ചികിത്സയിലൂടെയാണ് ഈ കുട്ടി ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. എന്നാൽ ഈ തലച്ചോറിനേറ്റ ഒരു ക്ഷതമൊക്കെ ഉണ്ട് കുട്ടിക്ക്. കുട്ടിയുടെ മാനസിക വളർച്ചയെ ഇപ്പോഴും അത് ബാധിച്ചിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഈ ഷെഫീക്ക് വർഷങ്ങളായി ഈ അലസർ മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണയിലാണുള്ളത്. രാഗിണി എന്ന ആയയാണ് കുട്ടിയെ പരിചരിക്കുന്നത്. 2021 കേസിൽ ഈ വിചാരണ തുടങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ വിചാരണ ഏതാണ്ട് പൂർത്തിയായിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ മെഡിക്കൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സഹായത്തോടെയാണ് പോലീസ് ഈ കേസിൽ ഒരു വാദം പൂർത്തിയാക്കിയതും. എന്താണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കോടതി ഇതിലെ ശിക്ഷാ നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഉടൻ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ദിവസത്തേക്ക് ഇതിലെ ശിക്ഷാ നടപടികളിലേക്ക് കടക്കും. എന്താണെങ്കിലും ഇപ്പോൾ രണ്ടാനമ്മയും അച്ഛനും പിതാവും ആ കുട്ടിയെ ജനിപ്പിച്ച പിതാവും ഇതിലെ കുറ്റക്കാരാണെന്ന് കോടതി നീതിന്യായ വ്യവസ്ഥ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും ഈ മണിക്കൂറിലെ സുപ്രധാനമായിട്ടുള്ള വാർത്ത. വിവരം ഷെഫീൻ. അനീഷ്, എന്തായാലും ആശ്വാസ വാർത്ത. ഏതാണ്ട് 11 വർഷങ്ങൾക്ക് ശേഷം ഷെഫീഖിന് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഷെഫീഖ് ഇപ്പോൾ ആരുടെ പരിചരണത്തിലാണ് ഉള്ളത് അനീഷ്? ഷെഫീഖ് ഇപ്പോഴും ആ ആയയുടെ പരിചരണത്തിൽ തന്നെയാണ് ഉള്ളത്. അവനിപ്പോഴും ഈ തലച്ചോറിനേറ്റ ക്ഷതം കുട്ടിയുടെ ഈ മാനസിക വളർച്ചയെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. നമ്മളുടെ റിപ്പോർട്ടർമാർ കഴിഞ്ഞ ദിവസവും ഈ രാഗിണി എന്ന ആയയുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടിയെ കൊണ്ടുവന്ന സാഹചര്യവും അതിനുശേഷം ഇതുവരെയുള്ള അവരുടെ ജീവിതവും ഏത് തരത്തിൽ മാറ്റിമറിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതായത് ഒരു ICDS ഹെൽപ്പറായിരുന്ന ഈ സ്ത്രീയെ അതിനുശേഷം കോടതിയുടെയും ഗവൺമെന്റിന്റെയും ഇടപെടലൊക്കെ കൊണ്ട് തന്നെ ഇവരെ ഒരു സർക്കാർ സർവീസിലേക്ക് എടുത്ത് ഈ കുട്ടിയെ മാത്രം നോക്കുന്ന ഒരു നിലയിലേക്കും വരുന്നു. അവരുടെ ജീവിതചര്യ തന്നെ ഈ കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ളതാവുന്നു. കുട്ടിയുടെ ഓരോ വളർച്ചയും അവരാണ് നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോഴും അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പോഴെന്താണെങ്കിലും ഈ ഒരു വിധി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവര് ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചത് ആശ്വാസമുണ്ട്, എന്റെ കുഞ്ഞിന് നീതി ലഭിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. എന്താണെങ്കിലും ഇപ്പോഴും ഷെഫീഖ് ഈ ഒരു വിവരങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു മാനസിക അവസ്ഥയിലാണോ എന്ന് നമുക്കറിയില്ല. കാരണം ആ കുട്ടി 11 വർഷങ്ങൾക്ക് മുമ്പേറ്റ മർദ്ദനത്തിന്റെ ആ ഒരു പാടുകൾ അല്ലെങ്കിൽ ആ മുറിവുകൾ ശരീരത്തിലും മാനസികമായും ഇപ്പോഴും അതിൽ നിന്ന് തിരിച്ചു വരുവാൻ വേണ്ടി ആ കുട്ടിക്ക് സാധിച്ചിട്ടില്ല. അവൻ എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് തന്നെയാണ് എല്ലാ മലയാളികളും അതുപോലെ തന്നെ ലോകമാകെയുള്ള ആളുകളും ഒക്കെ തന്നെ ഈ വാർത്തകൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഉള്ളത്. എന്താണെങ്കിലും കുട്ടി ഇപ്പോഴും അവരുടെ പരിചരണയിൽ തന്നെയാണ് ഉള്ളത്. എന്താണെങ്കിലും വിധി അല്പ സമയത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഉള്ളത്. ഇന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ദിവസത്തേക്ക് വിധി പറയുന്നതിനായി മാറ്റിവെക്കും. ഷിബിൻ. ശരി അനീഷ്, മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഷെഫീഖ് കേസിൽ കോടതിയുടെ അനുകൂല വിധി വന്നിരിക്കുന്നു. കേസിലെ 2 പ്രതികളും കുറ്റക്കാരെന്നാണ് കോടതിയുടെ
വിധി വന്നത്. ഷെഫീഖിന്റെ പിതാവ് ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് നിർണായകമായ കോടതി വിധി വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാകും ശിക്ഷാ നടപടികൾ എന്ത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരൂ. അല്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ശിക്ഷാ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. ഷെഫീഖ് ഇപ്പോൾ രാഗിണി എന്ന ആയുടെ പരിചരണത്തിലാണ് കഴിയുന്നത്.